അങ്ങനെ ഗവിയിലെ ആക്ടിവിറ്റീസ് വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് സഫാരിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആനിമൽസിനെയൊക്കെ കാണിച്ചു തരാം, ഭാഗ്യമുണ്ടെങ്കിൽ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൈഡ് ചേട്ടൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങളിതേ ഒരു കരിങ്കുരങ്ങിനെ കണ്ടു ഫസ്റ്റായിട്ട് തന്നെ. പിന്നീട് നമ്മൾ ഒരു 4-5 ആനയെ കണ്ടു. അതൊന്നും അടുത്തല്ല, വളരെ ദൂരെയാണ്. ഫോണിൽ നല്ല സൂം ചെയ്ത് നോക്കിയാൽ മാത്രം കാണാവുന്ന ദൂരത്തിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു മലയണ്ണാനെ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് 1-2 ടൈപ്പ് ആനിമൽസിന് നമ്മൾ കണ്ടു. അതൊരു ലക്കായിരുന്നു. നല്ല വെതറാണ്, കണ്ടോ, നല്ല കാറ്റുണ്ട്, നല്ല വെതറാണ്, നല്ല ക്ലൗഡി ഒന്നും അല്ല. അടിപൊളി അടിപൊളി, സൂപ്പർ, താങ്ക് യു. ഉറക്കം വരുവാണ്. അങ്ങനെ നമ്മൾ ആനയെ കണ്ടു ഗവിയിൽ വെച്ച്. 4 എണ്ണം ഉണ്ട്. ഇവിടെ ഇറങ്ങുന്നുണ്ട്. അടുത്ത വർഷം ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഡംഷറാസൊക്കെ കളിക്കുവാണ്. സമറിൻ ബദ്ലഹി മൂവിയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാത്രിത്തെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ, കുട്ടികളെല്ലാവരും ഒരു റൂമിൽ, നമ്മൾ ലേഡീസ് എല്ലാവരും കൂടെ ഒരു റൂമിൽ, ജെൻസ് ഒരു റൂമിൽ, അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു ബഹളവും കാര്യങ്ങളും ഞങ്ങളുടെ റൂമിൽ, എസ്പെഷ്യലി ഞങ്ങൾ ലേഡീസിൻ്റെ റൂമിൽ നിന്നായിരുന്നു ബഹളം. കുട്ടികൾ പോലും ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ക്യാമറ അപ്പോൾ അതിൽ ഫുട് മാർക്കും സെൻസസൊക്കെ എടുക്കുന്നുണ്ട്, എത്ര കടുവായിരിക്കുന്നത്. അപ്പോൾ 5 കിലോമീറ്റർ സറൗണ്ടിങ് ഒരു കടുവായിരിക്കുന്നുണ്ടെന്ന് പറയും അവർ പറയുന്നത്, ഞങ്ങൾ ഇങ്ങോട്ട് പറയുന്നത്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സൊക്കെ കാണാം. മാങ്ങ, കാട് മാങ്ങ, ചെറിയ കണ്ണിമാങ്ങ പറയുന്നുണ്ട്, ചെറിയ മാങ്ങ, കാട്ടുമാങ്ങ അതിൽപ്പുണ്ട്, പേരയ്ക്ക. പിന്നെ ഓറഞ്ചൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഇരിക്കും, വേറെ കാട്ടൊന്നും. രാവിലെ പോയപ്പോൾ ചിലപ്പോൾ ആള്
കാണാൻ സാധ്യത കുറവായിരിക്കും. അതൊരു ലക്ക് മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മളൊക്കെ പോയത് അതെന്താ മനുഷ്യരാണോ അത്? നമ്മുടെ ആൾക്കാർക്ക് അപ്പോൾ നമ്മുടെ സഫാരി, ബോട്ടിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും മന്ദം നടന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗവി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും റെസ്റ്റ് എടുത്തു, കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വീണ്ടും എണീറ്റ് തിരിച്ചു പോവുകയാണ്. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഗവിയിൽ പോകാത്തവരൊക്കെ എന്തായാലും മസ്റ്റായിട്ടും ഹൈ റേഞ്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് പത്തനംതിട്ടയിലെ ഗവി. അപ്പോൾ ശരി, നെക്സ്റ്റ് വ്ളോഗ് വരും വരേക്കും ബൈ.